നമസ്തേ, എല്ലാവർക്കും ആത്മാ പ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ മാസത്തിൽ ഇഷ ആദിയോഗി ക്ഷേത്രം, പഴനി ശ്രീ മുരുകക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് തീർത്ഥയാത്ര നടക്കുകയാണ്. എന്താണ് ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത? എങ്ങനെയാണ് നമ്മൾ തീർത്ഥാടനം വളരെ ഭക്തി നിർഭരമാക്കി മാറ്റേണ്ടത്? ചില കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. നമസ്തേ, ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മപ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ 5ാമത് തീർത്ഥാടനം നടക്കുകയാണ്. ഇക്കുറി നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്ന സ്ഥലങ്ങൾ, സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ, ഒന്ന് കോയമ്പത്തൂരിലെ ആദിയോഗി ഇഷ ടെമ്പിളാണ്. രണ്ടാമത് തമിഴ്നാട്ടിലെ ശ്രീ മുരുക ക്ഷേത്രമാണ്. ഇതിലാദ്യം സന്ദർശിക്കുന്ന സ്ഥലം ആദിയോഗി ശിവൻ്റെ പ്രതിമയുള്ള, ഇന്ന് വളരെയധികം ലോകപ്രശസ്തമാണ് ആദിയോഗി സ്റ്റാച്ചു എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ് ഈ ഒരു സ്ഥലം. ശിവൻ്റെ 34 മീറ്റർ ഉയരം, അതായത് 112 അടി ഉയരമുള്ള, 45 മീറ്റർ നീളമുള്ള, 147 അടി 25 മീറ്റർ വീതിയുള്ള ഒരു ഉരുക്ക് പ്രതിമയാണിത്. ആദിയോഗി ശിവപ്രതിമ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ശിവരാത്രിയിലൊക്കെ നിങ്ങൾ ഇഷ ആദിയോഗിയുടെ പരിപാടികൾ സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇഷ ആദിയോഗി ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ ഒരു ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രതിമാശില്പം എന്ന പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇത് നേടിയിട്ടുണ്ട്. ഏതാണ്ട് 500 ടൺ ഭാരമാണ് ഈ പ്രതിമയ്ക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. ഈ ഇഷ ആദിയോഗി ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ കേന്ദ്രമാണ്. സ്വദേശത്തും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. ഇഷ ആദിയോഗി ഫൗണ്ടേഷനാണ് ഇതിനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. സദ്ഗുരു ജഗ്ഗി വാസുദേവ്. ഈ ഒരു ആദിയോഗി പ്രതിമ മാത്രമല്ല അവിടെ ഉള്ളത്. ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവിടെ ഇതിൻ്റെ ഉള്ളിൽ, ആദിയോഗി ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ വളരെ വലിയ മറ്റൊരു ശിവലിംഗം നമുക്ക് കാണാൻ സാധിക്കും. ഈ ധ്യാനലിംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ധ്യാനം ചെയ്യുന്നവർക്ക് മാത്രമല്ല, അതിൻ്റെ മുമ്പിൽ സൈലൻ്റായിട്ട് വന്ന് ഒരു അല്പസമയം, ഒരു 15 മിനിറ്റ് സമയം ഇരിക്കുന്ന ഏതൊരാൾക്കും, ഉപാസന ചെയ്യാത്തവർക്ക് പോലും വളരെ വലിയ ഒരു ഊർജ്ജവിന്യാസം ശരീരത്ത് ഫീൽ ചെയ്യിക്കാൻ സാധിക്കുന്ന അത്രയധികം പവർഫുള്ളായിരിക്കുന്ന ഒന്നാണ് ഈ ധ്യാനലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഉപാസന ചെയ്യുന്നവർ, പ്രാർത്ഥന ചെയ്യുന്നവർ, മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ ജപിക്കാൻ അറിയുന്നവരൊക്കെ അതിൻ്റെ മുമ്പിൽ വന്ന് സൈലൻ്റായിട്ട്, അതിൻ്റെ അകത്ത് മൗനവ്രതമാണ് സ്വീകരിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ വന്ന് ഇത്തരത്തിലുള്ള ധ്യാനമൊക്കെ പരിശീലിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മളുടെ ഒരു സ്പിരിച്വൽ എനർജി, നമ്മളുടെ ഷഡാധാര ചക്രങ്ങൾ വളരെ വേഗത്തിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ധ്യാനലിംഗം നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഉപാസന ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു വൈബ്രേഷൻ അറിയാൻ കഴിയും. ഈ ധ്യാനലിംഗം മാത്രമല്ല, അവിടെ ഉള്ള മറ്റൊരു ക്ഷേത്രമാണ് ലിംഗഭൈരവി ക്ഷേത്രം എന്ന് പറയുന്നത്. ദേവിയുടെ തന്നെ, ആദിപരാശക്തിയുടെ തന്നെ ലിംഗരൂപത്തിലുള്ള, ശിവലിംഗാകൃതിയിലുള്ള ഒരു പ്രത്യേക രൂപത്തിലുള്ളതാണ് ഈ ലിംഗഭൈരവി ക്ഷേത്രം എന്ന് പറയുന്നത്. അതും വളരെ പവർഫുള്ളാണ്. അതിൻ്റെ മുമ്പിലിരുന്നുള്ള മന്ത്രജപവും ധ്യാനവും ഒക്കെ വളരെയധികം എനർജി നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സർപ്പ പ്രതിഷ്ഠകൾ, അവിടുത്തെ തീർത്ഥ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർപ്പ പ്രതിഷ്ഠകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദിയോഗി ഇഷ ടെമ്പിളിൽ നമുക്ക് 2 തീർത്ഥകുളങ്ങളെ കാണാം. ഒന്ന് സ്ത്രീകൾ സ്നാനം ചെയ്യുന്ന ചന്ദ്രകുണ്ടും, 2 പുരുഷന്മാർ സ്നാനം ചെയ്യുന്ന സൂര്യകുണ്ടും. ഈ തീർത്ഥകുളങ്ങളിൽ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മെർക്കുറിക് സയൻസ് അല്ലെങ്കിൽ ഭാരത വിജ്ഞാൻ അല്ലെങ്കിൽ രസവിദ്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശിവലിംഗങ്ങളാണുള്ളത്. ഈ കുളത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒന്ന് നല്ല തണുത്ത ജലമാണ്, അത് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും കുളിർമ നൽകും വളരെയധികം. അതുപോലെ തന്നെ ശരീരത്തെ പ്യൂരിഫൈ ചെയ്യും, ശരീരത്തിൻ്റെ ഓറയെ ക്ലെൻസ് ചെയ്യും. നമ്മൾ അതിലൊന്ന് കുളിച്ച് നിവർന്നു കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു എനർജിയാണ് നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇഷ ആദിയോഗി ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവരും, ഒരുവിധ ആരോഗ്യമൊക്കെയുള്ള എല്ലാവരും തന്നെ ആ കുളങ്ങളിൽ ഇറങ്ങി, സ്ത്രീകൾ കുളിക്കുന്ന ചന്ദ്രകുണ്ടിൽ സ്ത്രീകൾ ഇറങ്ങുക, പുരുഷന്മാർ സൂര്യകുണ്ടിൽ ഇറങ്ങി സ്നാനം ചെയ്തതിന് ശേഷം ഈ പറയുന്ന ലിംഗഭൈരവി ക്ഷേത്രത്തിലേക്കും പിന്നെ ശിവലിംഗ പ്രതിഷ്ഠയിലേക്കും ഒക്കെ നമ്മൾ പോകുക, അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യുക. ആദ്യം ഒന്ന് കുളിച്ച് ശുദ്ധമായി വൃത്തിയായി നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെയധികം എനർജിയാണ് ആദിയോഗി ശിവ ടെമ്പിളിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക. ആദിയോഗി ശിവ ടെമ്പിളിൽ രാത്രി 7 മണിയോടുകൂടി ലേസർ ഷോ നടക്കുന്നുണ്ട്. ആദിയോഗിയുടെ ചരിത്രം വിവരിക്കുന്ന, യോഗശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന, സപ്തഋഷികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കാര്യങ്ങൾ ഈ ലേസർ ഷോയിൽ കാണാം. ലേസർ ഷോ വല്ലാത്തൊരു വിസ്മയമാണ്. അത് കണ്ടിരിക്കുക തന്നെ നമ്മൾ അതിൽ ലയിച്ചു പോകുന്നതാണ് ലേസർ ഷോ.
ആത്മീയമായ സാധനകൾ ചെയ്യുന്നവർക്ക്, ആത്മാന്വേഷണം നടത്തുന്നവർക്ക്, തീർത്ഥയാത്രയിൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അവർ പോകേണ്ട, സന്ദർശിക്കേണ്ട, ഇരുന്ന് ധ്യാനിക്കേണ്ട അതിശക്തമായ സ്പിരിച്വൽ എനർജിയുള്ള ഒരു സ്ഥലമാണ് ആദിയോഗി ധ്യാന ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ ഇത്തവണത്തെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ തീർത്ഥാടനത്തിൽ ആദിയോഗി ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നുണ്ട്. ഒരു ദിവസം പൂർണ്ണമായിട്ടും നമ്മളവിടെ ധ്യാനത്തിനും ജപത്തിനുമായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. ശരിയായ തീർത്ഥാടനം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ ഓടിപ്പോയി കണ്ട് ഓടി തിരിച്ചു പോരുകയല്ല. നമ്മൾ ഏത് സ്ഥലത്താണോ പോകുന്നത് ആ ക്ഷേത്രത്തിൽ ആ മൂർത്തിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ആ മൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് അവിടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു ക്ഷേത്രത്തിൽ പോയാൽ മിനിമം 24 മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ഇതുപോലെയുള്ള പുണ്യ സങ്കേതങ്ങളിൽ പോയാൽ ഒരു ദിവസം പൂർണ്ണമായും ധ്യാനത്തിനായിട്ട് വിനിയോഗിച്ചാൽ അത് വളരെ വലിയ എനർജി ആയിരിക്കും നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുക എന്നാണ് യോഗിമാർ പറയുക. ഇതാണ് യഥാർത്ഥ തീർത്ഥാടനം. ശരിയായ ആത്മീയ ആനന്ദത്തെ, ഊർജത്തെ നമ്മളിൽ നിറയ്ക്കുക എന്നുള്ളത്. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ തീർത്ഥാടനത്തിൽ അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലം പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ശിവപാർവതിമാരുടെ പുത്രനായിരിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ, സ്കന്ദൻ്റെ, മുരുകൻ്റെ ക്ഷേത്രം. ഇത് ദണ്ഡായുധപാണി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുക. പഴനി മുരുകക്ഷേത്രം എന്നാണ് അതിൻ്റെ വളരെ പോപ്പുലറായിരിക്കുന്ന പേര്. ദണ്ഡായുധപാണി എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. ദണ്ഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകൻ്റെ നവപാഷാണ നിർമ്മിതമായിരിക്കുന്ന പ്രതിഷ്ഠയാണ്. അതുകൊണ്ടാണ് ദണ്ഡായുധപാണി എന്ന് ഭഗവാനെ വിളിക്കുന്നത്. അല്ല, ജ്ഞാനപ്പഴമാണ് മുരുകൻ എന്ന് പറയും. ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പഴമാണ്, അറിവിൻ്റെ പഴം അത് നൽകുന്നയാളാണ് മുരുകൻ. അവിടുത്തെ പ്രധാന ഒരു വഴിപാടും നമുക്കറിയാം, പഞ്ചാമൃതമാണ് അല്ലേ. പഴങ്ങളൊക്കെ കൊണ്ട് നമ്മളുണ്ടാക്കുന്ന വളരെ മധുരതരമായിരിക്കുന്ന ഒരു വഴിപാട് അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസാദം നമ്മുടെ നാവിന് മധുരം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനം നമുക്ക് ജ്ഞാനത്തിൻ്റേതായിട്ടുള്ള പഴത്തെ, അറിവിൻ്റേതായിട്ടുള്ള ആ ഒരു അവബോധത്തെ നമുക്ക് നൽകുന്നതെന്നാണ് പറയുക. കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ പോകുന്ന സ്ഥലമാണ് പഴനി ആണ്ടവൻ, ശ്രീ മുരുകൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം. ഈ പഴനി ശ്രീമുരുക ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഭോഗനാഥ മഹർഷിയാണെന്നാണ് വിശ്വാസം. നവപാഷാണങ്ങൾ കൊണ്ടാണ് 9 വിഷങ്ങൾ ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചതാണ് ആ ഒരു പഴനി മുരുകൻ്റെ വിഗ്രഹം എന്ന് പറയുന്നു. പഴനി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് പഞ്ചാമൃതം, ചന്ദനം ചാർത്തൽ. ഇത് ഭഗവാന്, ചന്ദനമൊക്കെ ഭഗവാന് ചാർത്തിയിട്ടത് ഭക്തന്മാർക്ക് കൊടുക്കാറുണ്ട്. പഞ്ചാമൃതം ഭഗവാന് നൈവേദ്യമായിട്ട് നൽകിയിട്ടത് ഭക്തന്മാർക്ക് കൊടുക്കാറുണ്ട്. ഇത് സർവ്വരോഗ ശമനം ചെയ്യുന്ന ഒരു ദിവ്യ ഔഷധമായിട്ടാണ് പറയുക. ഭഗവാനെ രാജകീയ രൂപത്തിലൊക്കെ അണിയിച്ചൊരുക്കുന്ന വൈകിട്ടുള്ള സമയത്തുള്ള ഒരു പൂജയുണ്ട്. സായരക്ഷാ പൂജ എന്നറിയപ്പെടും, രാജാലങ്കാര പൂജ എന്നറിയപ്പെടും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജയായിട്ട് പറയുക. അതായത് വൈകുന്നേരം ഭഗവാനെ തൊഴുന്നത്, രാജാലങ്കാര പൂജയോടുകൂടി ഇരിക്കുന്ന മുരുകനെ തൊഴുന്നത് ഏറ്റവും വലിയ അനുഗ്രഹദായകമാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. അവിടുത്തെ പ്രധാന വഴിപാടുകൾ ഈ പറഞ്ഞതുപോലെ ചന്ദനം ചാർത്തൽ, പഞ്ചാമൃതം നൽകൽ, അതുപോലെ തന്നെ കാവടി എടുക്കുക, പിന്നെ തലമുടി ഭഗവാന് സമർപ്പിക്കുക. അതിന് പിന്നിൽ സൂക്ഷ്മമായിട്ട് തല, അല്ലെ, നമ്മളുടെ അഹങ്കാരം, അതിൻ്റെ പ്രതീകമായിരിക്കുന്ന ആ മുടി കളയുന്നു. അതായത് നമ്മളുടെ അഹങ്കാരം കളയുക, സർവവും ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ ശുദ്ധരാകുക എന്നുള്ളൊരു സൂക്ഷ്മാർത്ഥം കൂടി അവിടെയുണ്ട്. തലമുണ്ടനം ചെയ്യുക എന്ന് പറയുന്നു. അതേപോലെ തന്നെ പഞ്ചാമൃതത്തിനൊപ്പം തന്നെ വിഭൂതി, ഭസ്മം പ്രസാദമായിട്ട് നൽകാറുണ്ട്. ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ, അതായത് തൈമാസം എന്ന് പറയും, ആ തൈമാസത്തിൽ നടക്കുന്ന തൈപ്പൂയം, പൗർണമി ദിവസം നടക്കുന്ന തൈപ്പൂയമാണ് അവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത്. അന്നേ ദിവസം ഭക്തരുടെ കാവടിയാട്ടവും അതേപോലെ തന്നെ ഭഗവാന്റെ തങ്കരഥത്തിലുള്ള എഴുന്നള്ളിപ്പും ഒക്കെ അവിടെ പ്രധാന ഉത്സവ ആഘോഷങ്ങളായിട്ട് നടക്കാറുണ്ട്. നവപാഷാണ രൂപിയായ പഴനി മുരുകനെ ദർശിക്കുന്നത് എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഗ്രഹദോഷങ്ങളും ഒക്കെ ശമിപ്പിക്കുമെന്നും ജീവിതത്തിന് ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ നമ്മളുടെ തീർത്ഥാടനത്തിൽ നമ്മൾ ഇപ്പോൾ ഇഷ ആദിയോഗി ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടെ ചെയ്യുന്ന ഉപാസനകൾ, പഞ്ചാക്ഷരി മന്ത്ര ജപം നമ്മൾ ചെയ്യും. പഴനി മുരുകക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോഴും ഉപാസനകൾ ചെയ്യും, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കും. അല്ലാതെ വെറുതെ എന്തെങ്കിലും പോയി സന്ദർശിച്ച് വരലല്ല. ഏത് മൂർത്തിയാണോ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ, നാമങ്ങൾ, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ, ഉപാസനകൾ അവിടെ ഇരുന്ന് ചെയ്യുമ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ എനർജിയെ, അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ എനർജിയെ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം നടത്തുന്ന തീർത്ഥാടനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഉപാസനകൾ പഠിപ്പിച്ച് യഥാർത്ഥ തീർത്ഥാടനത്തിൻ്റെ എനർജി ഭക്തന്മാരിലേക്ക് നിറച്ചു കൊണ്ടുവരുവാനായിട്ടാണ് നമ്മൾ തീർത്ഥാടനങ്ങൾ പ്ലാൻ ചെയ്യുന്നത്.
പഴനി ശ്രീ മുരുകക്ഷേത്ര സന്ദർശനത്തിനൊപ്പം തന്നെ നമ്മുടെ തീർത്ഥാടനത്തിൽ അതിന് സമീപമുള്ള ഹിഡുംബർ ക്ഷേത്രം, ഭോഗർ സമാധി, പെരിയ നായകി അമ്മൻ കോവിൽ, ഊരുമണ്ഡപം തുടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ തീർത്ഥാടനത്തിൽ നമ്മൾ ആദ്യം സന്ദർശിക്കുന്നത് ഇഷ ആദിയോഗി ക്ഷേത്രമാണ്. ആദിയോഗി ക്ഷേത്രത്തിലെ പ്രധാന കാഴ്ചകൾ ആദിയോഗി വിഗ്രഹമാണ്, ധ്യാനലിംഗമുണ്ട്, ലിംഗഭൈരവി ക്ഷേത്രമുണ്ട്, സൂര്യകുണ്ടുണ്ട്, ചന്ദ്രകുണ്ടുണ്ട്, അതുപോലെ തന്നെ ലേസർ ഷോ. ഇതാണ് പ്രധാനമായിട്ടും ഇഷ ആദിയോഗി ക്ഷേത്രത്തിൽ നമുക്ക് കാണാനുള്ളത്. ഇവിടെ നമ്മൾ വെറുതെ പോകുകയല്ല, വെറുതെ ഈ കാഴ്ചകൾ കാണുകയല്ല, നമ്മൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് പ്രാണായാമം ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ചിട്ടാണ് നമ്മൾ തീർത്ഥാടനത്തിൽ പോകുക. ഒരു തീർത്ഥാടനം കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഊർജ്ജസ്വലരാക്കുക എന്നുള്ളതാണ്. തീർത്ഥാടനം ഒരു ടൂറല്ല, ഭക്തി നിർഭരമായി പോകേണ്ട ഒന്നാണ് തീർത്ഥാടനം. വ്രതമെടുത്ത് ഉപാസനകൾ ചെയ്ത് തീർത്ഥാടനത്തിന് പോകുന്ന സ്ഥലങ്ങളിലെ ആ മൂർത്തിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ധ്യാനനിരതമായി വേണം നമ്മൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ. അങ്ങനെ തീർത്ഥാടനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുക. ശരിയായ തീർത്ഥാടനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ആ പോകുന്ന സ്ഥലത്തിലെ ആ മൂർത്തിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ആ മൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ മൂർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനകൾ, മന്ത്രങ്ങൾ, കീർത്തനങ്ങൾ, നാമങ്ങൾ, സ്തോത്രങ്ങൾ നമ്മൾ ജപിക്കണം. അങ്ങനെ മന്ത്രം ജപിക്കുന്ന ചുണ്ടുകളോടെ, പവിത്രമായ വ്രതം സ്വീകരിച്ച് ശുദ്ധീകരിച്ച മനസ്സോടെ, ശരീരത്തോടെ ധ്യാനനിരതമായിട്ട് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുമ്പോൾ തീർത്ഥാടനം പൂർണ്ണമായും ഫലദായകമായിട്ട് മാറും. ഈ രീതിയിലാണ് ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുന്നത്. സന്തോഷം. എല്ലാവർക്കും നന്മകൾ ഭവിക്കട്ടെ. ഓം നമഃ ശിവായ.